കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. അനുഗ്രഹീതമായ സമയത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഇരു കുടുംബങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഓഡിറ്റോറിയത്തിൽ ഈ അനുഗ്രഹീത വിവാഹ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികൾ, ഇരു സഭകളിലെയും ദൈവ മക്കൾ, ആദരണീയരായ ദൈവദാസന്മാർ, വേദിയിലായിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതരായ ദൈവദാസന്മാർ, വിശിഷ്യാൽ ഈ അനുഗ്രഹീത വിവാഹ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷത വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഉമ്മൻ മോഡയിൽ, ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആരംഭിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് സി ജോൺ, സങ്കീർത്തനം വായിച്ച കർത്താവിൻ്റെ അനുഗ്രഹീത ദാസൻ, ശാലേം സഭയിലെ മുൻ ശുശ്രൂഷകനായിരുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ചാക്കോ ആൻ്റണി, അനുഗ്രഹീത സന്ദേശം നമ്മോട് അറിയിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സി ടി ജോൺ, പാസ്റ്റർ ജോസ് ഫിലിപ്പ്, ഈ അനുഗ്രഹീത ശുശ്രൂഷയ്ക്ക് ഈ പ്രിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജു ജോൺ, പ്രിയ ജെഫിയുടെ സഭയിലെ ശുശ്രൂഷകനായിരിക്കുന്ന ആദരണീയരായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ ബി ജോർജ്, പ്രിയ ജെഫിയുടെ പിതാവിൻ്റെ ജ്യേഷ്ഠ സഹോദരനായിരിക്കുന്ന, വളരെ ഞാൻ ബഹുമാനിക്കുന്ന ചർച്ച് ഓഫ് ഗോഡിൻ്റെ സീനിയർ ശുശ്രൂഷകനും അനുഗ്രഹീത ചുമതലകൾ വഹിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി ജി മാത്യൂസ്, മറ്റ് ദൈവദാസന്മാർ എല്ലാവരുടെയും പേര് എടുത്ത് പറയുവാൻ താല്പര്യമുണ്ടെങ്കിലും എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, അറിയാവുന്നവരാണ്. സമയ ചുരുക്കത്താൽ എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ, ഈ അനുഗ്രഹീത ശുശ്രൂഷയിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീത ശുശ്രൂഷയിൽ ഇങ്ങനൊരു പങ്കാളിത്തം വഹിക്കുവാൻ സർവശക്തനായ ദൈവം എനിക്കും അവസരം തന്നത് ഓർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതിന് മുഖാന്തരമായ പ്രിയ വിശിഷ്യാൽ ഇന്ന് ഈ വിവാഹത്തിന് നമ്മളെല്ലാവരും കടന്നു വരുവാൻ മുഖാന്തരമായ പ്രിയ അനൂപ്, പ്രിയ ജെഫി, ഏവർക്കും ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കുന്നു. വിശിഷ്യാൽ വാത്സല്യ കുടുംബത്തോടെ കുഞ്ഞുമോൻ ചാൻ, പൊന്നുമാമ, പ്രിയ അനൂപ്, എല്ലാവരോടും ഞങ്ങൾ ഹൃദയമായി നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സി ടി ജോണിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന നാം കേട്ടു. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടുന്ന ഏറ്റവും വേണ്ടപ്പെട്ട കടപ്പാടുകൾ, പാലിക്കേണ്ട കാര്യങ്ങൾ വളരെ ശക്തമായി അതിൻ്റെ വില അല്പം പോലും കളയാതെ കർത്താവിൻ്റെ ദാസനിൽ കൂടെ കേൾപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇരു കുടുംബങ്ങളുടെയും മാതാക്കളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ കുഞ്ഞുങ്ങളെ വീക്ഷിക്കണമെന്നുണ്ടെന്ന് നന്നായിട്ട് എനിക്കറിയാം. എത്രമാത്രം ദൈവഭക്തിയോടെ ദൈവ സാന്നിധ്യത്തോടെയാണ് അവരായിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ പിൻപിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവവചനപ്രകാരം പത്യോപദേശത്തിൽ പ്രാർത്ഥനയോടെ ഉപദേശത്തോടെ വളർത്തിയ വളരെപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങൾ, അവർ പ്രാർത്ഥനയോടെ ഇന്ന് ഈ വേദിയിലായിരിക്കുന്നു. ദൈവം പ്രിയ മാതാപിതാക്കൾക്ക്, ഇരു കുടുംബങ്ങൾക്കും ദൈവം അങ്ങനെ ഒരു ഭാഗ്യം കൊടുത്തതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ വാക്കുകൾ പാലിച്ച് അനുസരിച്ച് ദൈവവചനപ്രകാരം ഈ പ്രിയ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നെടുമ്പുറത്ത് വീട്ടിൽ പ്രിയ കുഞ്ഞുവാഞ്ചായൻ, പൊന്നുമാമ, അവരുടെ ഒഫീഷ്യലിനെയും വർഗീസ് എൻ വി, മറിയാമോ വർഗീസ് എന്നാണ്, നെടുമ്പുറം ക്ഷമിക്കണമേ IPC ശാലേം വെസ്റ്റ് സഭയ്ക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കുടുംബമാണ്. പ്രിയ കുഞ്ഞുവഞ്ചാൻ സഭയുടെ ട്രഷററായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. പ്രിയ പൊന്നുമാമ സോദരി സമാജത്തിൻ്റെ സെക്രട്ടറിയായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു. പ്രിയ ലീലമാമയെക്കുറിച്ചും അതേ സാക്ഷ്യം തന്നെ കേൾപ്പാൻ കഴിഞ്ഞതിൽ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ കുടുംബം ദൈവസഭയിൽ ആത്മീയ കൂട്ടായ്മകൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നൊരു കുടുംബമാണ്. ഒറ്റ വാക്ക് പറയാം, കഴിഞ്ഞ ദിവസങ്ങൾ സഭയിൽ ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ഇന്നലെയാണ് തീർന്നത്. ഇത്രയും തിരക്കുണ്ടായിട്ടും അവരുടെ തിരക്കുകൾ മാറ്റിവെച്ച് അനൂപ് സഹിതം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നു. അത്രമാത്രം ആത്മീയ വിഷയത്തിന് വാത്സല്യ കുടുംബം പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങനെ ഒരു ശുശ്രൂഷയിൽ നമുക്കൊരുമിച്ച് പങ്കാളിത്തം വഹിപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജെഫിയെക്കുറിച്ച് നല്ല സാക്ഷ്യങ്ങൾ
കഴിഞ്ഞ ദിവസങ്ങൾ കേൾപ്പാൻ കർത്താവ് അവസരമൊരുക്കി. എനിക്ക് ഒരു പ്രധാനമായൊരു സാക്ഷി കേട്ടപ്പോൾ വലിയ സന്തോഷമുണ്ടായി. പ്രിയ ജെഫി നല്ലൊരു പാട്ടുകാരിയാണെന്ന് കേൾക്കാനിടയായി. ശാലേം സഭയ്ക്ക് നല്ലൊരു ഗായികയെ കിട്ടുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ മുൻപിലുള്ള സമയം വളരെ പരിമിതമാണ്. എൻ്റെ മുൻപിലുള്ള ആദരണീയരായ ദൈവദാസന്മാർ വളരെ സീനിയർ പാസ്റ്റേഴ്സാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എൻ്റെ പിതാവിൻ്റെ സ്നേഹിതന്മാരാണ്. അവരുടെ മധ്യത്തിൽ ഇങ്ങനെയൊരു സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് തന്ന വലിയ ഭാഗ്യം, അത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിവാഹം, കുടുംബം. ഞാൻ ഒരു വാക്ക് കൊയറിനെ പറ്റി പറയാൻ വിട്ടുപോയി, സോറി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് പ്രിയ മോസസ് സ്റ്റാൻലി, പ്രിയ കുഞ്ഞുങ്ങൾ സോളമൻ, എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ പലപ്പോഴും അവസരം കിട്ടിയിട്ടുള്ളവരാണ്. അനുഗ്രഹീതമായ ദൈവസാന്നിധ്യത്തോടെ പ്രിയ കുഞ്ഞുങ്ങൾ ഗാനം ആലപിക്കുന്നതിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സൗണ്ട് മനോഹരമായി ഓപ്പറേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ലിബിൻ, വേവ്സ് കൊട്ടാരക്കര, കുമ്മനാട് കൺവെൻഷനൊക്കെ വർഷങ്ങളായി സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ലിബിനാണ് കടന്നു വന്നിരിക്കുന്നത്. എല്ലാവരോടും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം. ഞാൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ CT ജോൺ ദൈവമായിട്ട് സംസാരിച്ചപ്പോൾ വാത്സല്യ ഓഡിയൻസിനെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. വളരെ ക്ഷമയോടെ, വളരെ താല്പര്യത്തോടെ ദൈവവചനം കേൾക്കുന്ന നല്ലൊരു ഓഡിയൻസ് എൻ്റെ മുൻപിലുള്ളത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വിവാഹം, കുടുംബം ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. അതിനെക്കുറിച്ച് കർത്താവിൻ്റെ ദാസൻ അതിൻ്റെ ഗൗരവം എന്താണെന്ന് വ്യക്തമായി നമ്മെക്കുറിച്ച് പഠിപ്പിച്ചു. ഒരു 45 വയസ്സ് തൊട്ട് മുകളിലുള്ളവരോട് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ കൺമുൻപിൽ കുടുംബങ്ങൾ പല രീതിയിലുണ്ടായിരുന്നു. കൂട്ടുകുടുംബമുണ്ടായിരുന്നു. കൂട്ടുകുടുംബം, വല്യപ്പച്ചൻ, വല്യമ്മച്ചി, ആ അപ്പച്ചൻ്റെ അനുജന്മാർ, അവരുടെ കുടുംബം, പേരപ്പന്മാർ, ഉപ്പാപ്പന്മാർ, എല്ലാവരും അടങ്ങുന്ന കൂട്ടുകുടുംബം. 10-20 പേര് ഒരുമിച്ച് താമസിക്കുന്ന കൂട്ടുകുടുംബം. പക്ഷേ 8000 സ്ക്വയർ ഫീറ്റുള്ള വീടൊന്നുമില്ല. ഓലപ്പരയായിരിക്കാം, ചെറിയ വീടായിരിക്കാം. ഇന്നത്തെ പോലെ ഉന്നതമായ സാലറിയോ അല്ലെങ്കിൽ അങ്ങനെ പറയാവുന്ന ഒന്നുമില്ലായിരിക്കാം. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അതിഥി വീട്ടിൽ വന്നാൽ പഞ്ചസാരയും കാപ്പിപ്പൊടിയും പോലും തൊട്ടടുത്ത് പോയി മേടിച്ചിരുന്നൊരു കാലഘട്ടം നമ്മുടെ മുൻപിലുണ്ടായിരുന്നു. എന്നാൽ അന്ന് ആ കുടുംബത്തിൽ സന്തോഷമുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നൊരു കാലഘട്ടം. എന്നാൽ ആ കുടുംബത്തിനൊരു മാറ്റം വന്നു. പിന്നീട് ആ കുടുംബം വല്യപ്പച്ചനും വല്യമ്മച്ചിയും അപ്പനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബമായി ചെറുതായി. പിന്നീട് വീണ്ടും നാം നോക്കുമ്പോൾ അതിനൊരു മാറ്റം വന്നു. അപ്പനും അമ്മയും 1-2 കുഞ്ഞുങ്ങൾ മാത്രമുള്ള കുടുംബമായി. പിന്നീട് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ സെപ്പറേറ്റഡ് ഫാമിലിയായി. അപ്പൻ വേറെ, അമ്മ വേറെ, മക്കൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ കസിൻസിൻ്റെ കൂടെ, അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു. ഒരു പടിയൂടെ പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാലഘട്ടം, ദൈവദാസൻ അതിനെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞു, മനുഷ്യൻ പുരുഷനെ വിവാഹം കഴിക്കുന്ന, സ്ത്രീയെ വിവാഹം കഴിക്കുന്ന, മനുഷ്യൻ മൃഗങ്ങളെ വിവാഹം വരെ കഴിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം ആയിരിക്കുന്നു. അതിൻ്റെ മധ്യത്തിൽ കുടുംബത്തിനുള്ള പ്രാധാന്യത എന്താണ്? ഇതൊരു മനുഷ്യൻ്റെ താല്പര്യത്തിൽ തുടങ്ങിയൊരു കാര്യമാണോ? ഒരു മനുഷ്യൻ്റെ ഇഷ്ടത്തിൽ ആരംഭിച്ചൊരു കാര്യമാണോ കുടുംബം? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ദാസൻ അതിനെക്കുറിച്ച് പറഞ്ഞു. മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ടിട്ട് ദൈവം സ്ഥാപിച്ചൊരു കാര്യം. മൃഗജാലങ്ങൾ ഒന്നൊന്നായി മുൻപിലൂടെ പോയപ്പോൾ അതിന് പേരിട്ടെങ്കിലും അതിനെ ഒരു തുണയായി എടുക്കാൻ ദൈവം അനുവദിച്ചില്ല. എന്നാൽ ദൈവം തക്ക സമയത്ത് ഗാഠനിദ്ര നൽകി വാരിയലിൽ നിന്ന് ഒരു വാരിയലെടുത്ത് ഇതാ ഒരു സ്ത്രീയെ ഉണ്ടാക്കി, തക്ക തുണയെ നൽകി. എന്നാൽ ഏദൻ തോട്ടത്തിൽ നടന്ന സംഭവങ്ങൾ നമുക്ക് നന്നായി അറിയാം. പാമ്പ് കടന്നു വന്നു, ഹവ്വയെ വഞ്ചിച്ചു. സാത്താൻ കടന്നു വന്നു, ഹവ്വയെ വഞ്ചിച്ചു. പിന്നീട് അവരുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ നമുക്ക് നന്നായി അറിയാം. ദൈവം വന്നപ്പോൾ ആദം പറയുന്നൊരു കാര്യമുണ്ട്, നീ എനിക്ക് തന്ന സ്ത്രീ അവളിങ്ങനെ ചെയ്തു, ഞാനും ഇങ്ങനെ. അഭിപ്രായ വ്യത്യാസങ്ങൾ അന്ന് ആരംഭിച്ചു, തോട്ടത്തിൽ ആരംഭിച്ചു. പ്രിയരെ, ഞാൻ എന്തിനാ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ വളരെ ശ്രദ്ധയോടിരിക്കുമ്പോൾ കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് വേഗത്തിൽ ഞാൻ ശുശ്രൂഷയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്.
ഏറ്റവും ഗൗരവമായി പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദം, നീ എനിക്ക് തന്ന സ്ത്രീ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ദൈവം, ആദമേ നീ പറഞ്ഞത് ശരിയാണ്, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഹവ്വയെ തിരിച്ചെടുത്തിട്ട് നിനക്കൊരു ഗാഠനിദ്ര വരുത്തി അടുത്തൊരു വാരിയലിൽ നിന്ന് മറ്റൊരു സ്ത്രീയെ, അനുസരണയുള്ള യോജ്യമായൊരു സ്ത്രീയെ ഞാൻ നിനക്ക് തരാമെന്ന് ദൈവം പറഞ്ഞില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാ സുഖ സൗകര്യങ്ങളും അടങ്ങിയ ഏതൻ തോട്ടം നഷ്ടമായാലും കുടുംബ ബന്ധം തകർക്കാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ആമേൻ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എത്ര പേർക്ക് പിടികിട്ടി? എല്ലാ സുഖ സൗകര്യങ്ങളും അടങ്ങിയതായിരുന്നു ഏദൻ തോട്ടം, ഒന്നിനും കുറവില്ലാത്ത ഇടം. പക്ഷേ ഒരു പരാജയ ജീവിതത്തിൽ വന്നപ്പോൾ ഏദൻ തോട്ടം നഷ്ടപ്പെട്ടാലും ദൈവം സ്ഥാപിച്ചതിനെ മുറിക്കാൻ ദൈവം എന്ത് ചെയ്യുന്നില്ല? അനുവദിക്കുന്നില്ല. അങ്ങനെങ്കിൽ പ്രിയരെ, സ്നേഹത്തോടെ ഞാൻ ഇന്ന് പകൽ പറയുന്നൊരു കാര്യം, കുടുംബബന്ധം ശിഥിലമാകുന്ന വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ദൈവവചനം പഠിപ്പിക്കുന്നത് നാം അതിനെ പ്രോത്സാഹിപ്പിക്കരുത്, ഡിവോഴ്സിനെ പ്രോത്സാഹിപ്പിക്കരുത്. കാരണം ദൈവം അത് അനുവദിക്കുന്നില്ല. ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ് നാം പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുവാൻ കഴിയും? മനുഷ്യൻ ഇന്ന് കുടുംബ കോടതികൾ വളരെ വർദ്ധിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് കേസുകൾ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ചെറിയ കാര്യങ്ങളിൽ പിണങ്ങി പിരിയുന്ന ഒരു കാലഘട്ടം. പണ്ട് കാലങ്ങളിൽ മദ്യപാനിയായ ഭർത്താവ് ഇടിച്ചാലും എന്തൊക്കെ ചെയ്താലും അങ്ങനെ ഇങ്ങനെയൊന്നും പിണങ്ങത്തില്ലായിരുന്നു, സഹിച്ചും അഥവാ പോയാലും ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു വരുന്നൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഇന്ന് ചെറിയ കാര്യങ്ങളിൽ പോലും പിണങ്ങുന്ന ഒരു കാലഘട്ടം. മദ്യപാനിയായ ഒരു സഹോദരൻ്റെ ഭവനത്തിൽ നടന്നൊരു സംഭവം പണ്ട് ഒരു ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ, മദ്യപാനിയായ സഹോദരൻ്റെ ഇടി സഹിക്കാൻ വയ്യാതെ സഹോദരി തീരുമാനിച്ചു, ഈ മനുഷ്യനോട് ഇനി ഞാൻ താമസിക്കുന്നില്ല, എൻ്റെ വീട്ടിൽ പോയി അവിടെ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ നാത്തൂൻ്റെ പോര് തുടങ്ങി. നാത്തൂൻ്റെ പോര് തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു, നിൻ്റെ പോരിനേക്കാൾ നല്ല എൻ്റെ ഭർത്താവിൻ്റെ ഇടിയാണ്. അതുകൊണ്ട് തിരിച്ചു വീണ്ടും വന്നു. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല, ശക്തമായ ഇടിയായി. അങ്ങനെ വന്നപ്പോൾ തീരുമാനിച്ചു, എന്നാൽ ഇനി ഏതെങ്കിലും വാടക വീടെടുത്ത് താമസിക്കാൻ, ഡിവോഴ്സിലോട്ട് നീങ്ങാം. ഒരു വക്കീലിനെ കണ്ടപ്പോൾ വക്കീൽ ഫീസ് 2 ലക്ഷം രൂപ പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നിനക്ക് 2 ലക്ഷം രൂപ തരാൻ ഉണ്ടായിരുന്ന നല്ലൊരു മുറി, ഒരു ബാത്റൂം കൂടെ പണിത് ഞങ്ങൾ സ്വസ്ഥമായി തീർന്നേനെയും, പൈസയുടെ പേരിലാണ് ഞങ്ങളുള്ള അടി. അപ്പോൾ മദ്യപാനത്തിലുള്ള വഴക്കാണെങ്കിലും കലഹങ്ങൾ വിഷയങ്ങളിൽ തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്ന് ക്ഷമിക്കാൻ തയ്യാറല്ല. ദൈവവചനം നമ്മോട് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, ദൈവം സ്ഥാപിച്ച കുടുംബത്തിൽ ഒന്നാമതായി ദൈവം പഠിപ്പിക്കുന്ന കാര്യം, 1, പിണക്കം നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല, വേർപിരിയൽ നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. ദൈവമക്കളെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രമാണം ഈ തിരുവചനമാണ്. ഇവിടെ മനോഹരമായ കീബോർഡ് വായിക്കുന്ന മോസസിൻ്റെ കയ്യിരിക്കുന്ന കീബോർഡ് എനിക്കൊന്ന് SX 900 ആണെന്ന് തോന്നുന്നു, അല്ലേ മോനെ? ഓക്കെ. ഏകദേശം 1,15,000 രൂപയോളം വിലയുള്ള കീബോർഡ്. അത് മേടിക്കുമ്പോൾ അതിനൊരു കാറ്റലോഗ് തന്നിട്ടുണ്ട്, അല്ലേ? ഒരു മാനുവൽ കാർഡ് തന്നിട്ടുണ്ട്. മോസസ് അത് നോക്കി അത് പഠിക്കാതെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ യമഹ കമ്പനിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അത് ആ കാറ്റലോഗിൽ എന്ത് പറയുന്നു, അത് നിയമം എന്ത് പറയുന്നു, അതനുസരിച്ച് അതും പ്രകാരം ഉപയോഗിച്ചാൽ അതെന്നും പ്രയോജനമാണ്. ഇതേപോലെ തന്നെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രമാണം പാലിക്കാതെ നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിച്ചിട്ട് കുടുംബത്തെ കുറ്റപ്പെടുത്തിയിട്ടോ ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല. കർത്താവിൻ്റെ ദാസൻ വളരെ ഊന്നിപ്പറഞ്ഞൊരു വാചകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം, മോനെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നതൊന്നും തോന്നരുത്, സ്വന്തം ഇഷ്ടപ്രകാരം നാം ചെയ്യുന്ന പ്രവൃത്തിയിൽ ദൈവത്തെ കുറ്റപ്പെടുത്തുവാൻ പാടില്ല, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാൻ പാടില്ല. ഒന്നാമതായി ദൈവം പറയുന്നൊരു കാര്യമാണ് സ്നേഹം വേണം. ഭാര്യാഭർത്താക്കന്മാരടുത്തിരിപ്പുണ്ടെങ്കിൽ പറയണം, സ്നേഹിക്കുന്നൊക്കെ പറയണം. നമുക്ക് അഭിമാന പ്രശ്നം, മനുഷ്യന് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ ഏറ്റവും വലിയ, പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം അഭിമാന പ്രശ്നം, ഈഗോ പ്രശ്നം. പക്ഷെ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിക്ക് 2 തലങ്ങളുണ്ട്. സ്ത്രീയും പുരുഷനെ സൃഷ്ടിച്ച 2 തലങ്ങളിലാണ്. പാസ്റ്റർ KC ജോണിൻ്റെ വാചകം ഞാൻ ഒന്ന് കടമെടുത്ത് പറയാം. ദൈവദാസൻ പറയുന്ന ചില വാചകങ്ങളുണ്ട്. പുരുഷന്
ഒരുങ്ങുവാൻ അധികം സമയം വേണ്ട, 5 മിനിറ്റ് മതി. ഒരു ഷർട്ട് ഇടണം, ബട്ടൺസ് ഇടണം, പാൻറ് ഇടണം, മുടി ഒന്ന് ചെയ്യണം, പെട്ടെന്ന് തീരും. പക്ഷേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. എഴുന്നേൽക്കുമ്പോൾ നീളമുള്ള മുടികൾ ജട പിടിക്കും. ആ ജടകളെല്ലാം നീക്കി മുടി ഒതുക്കുവാൻ തന്നെ സമയം വേണം. ഇതുപോലൊരു മനോഹരമായ ഫംഗ്ഷനിൽ മനോഹരമായ സാരി ഉടുത്ത് വരണമെങ്കിൽ അവരുടെ ശരീരം സംരക്ഷിച്ച് സൂക്ഷിച്ച് അവർ തന്നെ സുരക്ഷിതരാണെന്ന് ഉറപ്പ് വരുത്തി വരാൻ സമയമെടുക്കും. അതിന് താമസം വരുമ്പോൾ ദേഷ്യപ്പെടുന്നവരാ നാം പലരും. പക്ഷേ നമ്മെയും പുരുഷനെയും സ്ത്രീയെയും ദൈവ സൃഷ്ടിച്ച സൃഷ്ടി അത് എങ്ങനെയാണെന്ന് തിരിച്ചറിയണം. ചിന്തകൾക്ക് വ്യത്യാസമുണ്ട്. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ ഒട്ടുമിക്കവരും അടുത്തിരിക്കുന്നവരുടെ ഡ്രസ്സ് വാച്ച് ചെയ്തിട്ടുണ്ട്. ഏത് തുണിയാണ്, എങ്ങനെയുള്ളതാണെന്നൊക്കെ വാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുരുഷന്മാരാരും അതൊന്നും വാച്ച് ചെയ്യാറില്ല. പക്ഷേ പുരുഷന്മാർക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. എവിടെ വർക്ക് ചെയ്യുന്നത്, ആ കമ്പനി എങ്ങനെയുണ്ട്, സാലറി എത്ര കിട്ടും. കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. വീട്ടിൽ വരുത്തുന്ന ന്യൂസ് പേപ്പറിൽ പോലും വായിക്കുന്നത് വ്യത്യാസമുണ്ട്. പുരുഷന്മാർ പ്രധാന വാർത്തകൾ വായിക്കുമ്പോൾ സഹോദരിമാർ ഓടി വന്ന് നോക്കുന്നത് മരണ വാർത്ത. അയൽവക്കത്താരെങ്കിലും മരിച്ചിട്ടുണ്ടോ, രക്തബന്ധങ്ങളാരെങ്കിലും മരിച്ചിട്ടുണ്ടോ. കുഞ്ഞുങ്ങൾ നോക്കുന്നത് സഞ്ജു സാംസൺ സെഞ്ചുറി അടിച്ചോ. കാഴ്ചപ്പാടുകളുടെ വ്യത്യാസമാണ്. അപ്പോൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിപ്പിൻ്റെ ആഴം മനസ്സിലാക്കി സഹകരിക്കുന്നതും സ്നേഹിക്കുന്നതുമാണ് കുടുംബം എന്ന് പറയുന്നത്. മോനെ, സമയം കുറവായിട്ട് എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഇത്രയും നാളും നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇന്നൊരു ഉത്തരവാദിത്വത്തോടെ നിങ്ങൾ ആരംഭിക്കുന്ന കുടുംബജീവിതത്തിൽ അന്യോന്യം പ്രാർത്ഥിക്കുമ്പോൾ അനൂപിനെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ അനൂപ് ജെഫിയെ മനസ്സിലാക്കണം. മോളെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ജെഫിയെ മനസ്സിലാക്കണം. നിങ്ങൾ അന്യോന്യം മനസ്സിലാക്കി ധാരണയോടെ മുൻപോട്ട് പോകാൻ തയ്യാറായാൽ കുടുംബജീവിതം ധന്യമാകും. ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പകൽ പറയുന്നത്. രണ്ടാമത് കുടുംബജീവിതത്തിൽ വേണ്ടുന്ന കാര്യമാണ് തമ്മിൽ വഞ്ചിക്കരുത്. 1 സ്നേഹിക്കണം, 2 വഞ്ചിക്കരുത്. വഞ്ചിക്കരുതെന്ന് പറയുമ്പോൾ സാത്താൻ വഞ്ചിച്ചത് കൊണ്ടാണ് പ്രശ്നമുണ്ടായത്. ഇന്ന് വഞ്ചനയുടെ ലോകമാണ്. ഞാൻ സാധാരണ സഭയിൽ പറയാറുണ്ട്, ടെലിവിഷനിൽ നോക്കുമ്പോൾ തന്നെ പരസ്യങ്ങൾ മനുഷ്യനെ ആകർഷിപ്പിക്കുന്നതാണ്. ഒരു പെൺകുട്ടി സോപ്പ് തേക്കുന്നു, കുളിക്കുന്നു, കിലോമീറ്റർ ദൂരം മണം കിട്ടുന്നു, അത് പോയി മേടിക്കുന്നു, നമ്മളും അത് പോയി മേടിക്കുന്നു. പക്ഷേ തേച്ച് കഴിയുമ്പോഴേ അതൊന്നിനും കൊള്ളത്തില്ലെന്നറിയുന്നത്. വഞ്ചനയുടെ ലോകം. പ്രിൻസ് പാസ്റ്റർ പറഞ്ഞൊരു രസകരമായ കഥ, ഒരു വിവാഹത്തിൽ പറഞ്ഞത് രസകരമായൊരു കഥ ഞാൻ അദ്ദേഹത്തിൻ്റെ കടമെടുത്ത് പറയുക. സുന്ദരിയായ ഒരു കുടുംബം അവരാരംഭിച്ചു. മുൻപോട്ടുള്ള യാത്രയിൽ സഹോദരിക്ക് ഒരു രോഗിയായി, ക്യാൻസറായി, താൻ കിടക്കയിലായി. കീമോയും റേഡിയേഷനൊക്കെ ചെയ്ത് തൻ്റെ നിറം മങ്ങി, സൗന്ദര്യം പോയി, മുടി പോയി, എല്ലാം കഴിഞ്ഞു. പക്ഷേ ഈ ഭർത്താവ് വളരെ സ്നേഹത്തോടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം തൻ്റെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഈ സഹോദരിക്ക് മനസ്സിലായി ഇനി രക്ഷപ്പെടത്തില്ല, മരിക്കും. ഈ സഹോദരി ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ചില ദിവസങ്ങൾ കൂടെ കഴിയുമ്പോൾ മരിക്കും, നിങ്ങൾ വേറെ വിവാഹം കഴിക്കണം. ഭർത്താവ് വഴക്ക് പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്, ഇതൊന്നും നമ്മുടെ ഇടയിൽ സംസാരിക്കേണ്ട കാര്യമല്ല. പക്ഷെ അവൾ തുടർന്നു, ആ കബോർഡിനകത്ത് ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്ത കുറേ സാരികളുണ്ട്, ഞാൻ മരിച്ചു കഴിയുമ്പോൾ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക് അത് ഉടുക്കാൻ കൊടുക്കണം. അദ്ദേഹത്തിന് കേൾക്കാൻ താല്പര്യമില്ലാത്ത രീതിയിലൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഈ വജ്രം പതിപ്പിച്ച മൂക്കുത്തി ഉണ്ടല്ലോ, അത് ഞാൻ മരിക്കുമ്പോൾ ഊരിയിട്ട് കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെ മൂക്കിൽ കൊടുക്കണം, അപ്പോൾ എപ്പോഴും എന്നെ ഓർമ്മ വരുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ കൈ തൂത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഈ കയ്യെ കിടക്കുന്ന വള നിങ്ങളുടെ ഒരു സാലറി മുഴുവൻ മുടക്കി മേടിച്ചതല്ലേ, എന്നോടുള്ള സ്നേഹത്തിൽ മേടിച്ചതല്ലേ, സാലറി മുഴുവൻ മുടക്കിയ ഈ വള ഊരി അവിടെ കയ്യിലിടണം. അപ്പോൾ ആ മനുഷ്യൻ അറിയാതെ പറഞ്ഞു, അവിടെ കൈ തടിച്ചതാ. എത്ര പേർക്ക് കാര്യം മനസ്സിലായി? സ്നേഹത്തോടെ ഇടപെട്ടപ്പോഴും വളയുടെ വിഷയം വന്നപ്പം പറഞ്ഞു, നിൻ്റെ കൈ ക്ഷീണിച്ചത്, അവിടെ കൈയാത്ത. വഞ്ചനയുടെ ലോകം. സ്നേഹിതരെ, എന്തിനാ ഒരു വചന ശുശ്രൂഷയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയുന്നത്? ഹൃദയംഗമായി നമുക്കൊന്ന് ശോധന ചെയ്യാം. ദൈവം സൃഷ്ടിച്ച, ദൈവം സ്ഥാപിച്ച വിവാഹ ജീവിതത്തിൽ നാം പങ്കാളികളാകുമ്പോൾ ഒന്ന്, ദൈവത്തോട് അവിശ്വസ്തത കാണിക്കുന്നുണ്ടോ? നമുക്ക് ദൈവം തന്ന കുടുംബ ബന്ധത്തിൽ നാം അവിശ്വസ്തത കാണിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. കാരണം തിരുവചനം പറയുന്നു, അത് പരസംഗമാണ്,
അത് പാപമാണ്. വിശുദ്ധമായ കുടുംബജീവിതത്തെ പാപത്തിലേക്ക് നയിപ്പാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ വിഷയം വഞ്ചിക്കരുത്. മൂന്നാമത്തെ വിഷയം തമ്മിൽ വിധിക്കരുത്. ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ, വിവാഹമൊക്കെ ആലോചിക്കുമ്പോൾ രണ്ട് വീട്ടുകാരെയും തമ്മിൽ ഇഷ്ടപ്പെടാറുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഞങ്ങൾ ദൈവാസന്മാരുടെ അടുത്ത് അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഇങ്ങനെ വരുന്ന അനുഭവങ്ങളിലിരുന്നാണ് പറയുന്നത്. പക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ ഭാര്യ വീട്ടുകാരെ പഴിക്കുന്നവരുണ്ട്, അവർ കൊള്ളത്തില്ല, എന്തിനാ അന്ന് വന്ന് അരിയുണ്ട കഴിച്ച പല്ലിൻ്റെ അറ്റം വരെ ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞ് പരാതി വഴക്കുണ്ടാക്കുന്നവരുണ്ട്. തമ്മിൽ വിധിക്കുന്ന സ്നേഹം നശിച്ചു പോകുന്ന കാലഘട്ടം. മക്കളെ, ദൈവം തന്നതിനെ വിധിക്കരുത്. ഞാൻ ഇങ്ങനൊരു കാര്യം പറയാം. നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ കർത്താവിൻ്റെ ദാസൻ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് പല ആലോചനകൾ വരുമ്പോൾ ഏത് പെൺകുട്ടിയെ വേണം, ഏത് വരനെ വേണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സമയമുണ്ടായിരുന്നു. എന്നാൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് ഇത് വേണമായിരുന്നോ എന്ന് ചിന്തിക്കാൻ ദൈവം അതിനെ അനുവദിക്കുന്നില്ല. വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ് വിധിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. തമ്മിൽ വിധിക്കരുത്. സ്നേഹിതരെ, ചെറിയ കാര്യങ്ങളിൽ പോലും വഴക്കുണ്ടാക്കി വിധിക്കുന്നവരാണെങ്കിൽ ദൈവവചനപ്രകാരം നമുക്കതിനകത്തൊരു തീരുമാനമെടുക്കാം. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് അതിൽ നിന്നൊരു മാറ്റം വരുത്താം. ഞാനിന്ന് ഇങ്ങനൊരു കാര്യം പറയാം. നമ്മുടെ കുടുംബജീവിതത്തിലുണ്ടാകുന്ന വഴക്കുകൾ, പ്രശ്നങ്ങൾ കണ്ടുവരുന്നൊരു തലമുറയില്ലേ, അവരത് കണ്ടു വളർന്നു കഴിഞ്ഞിട്ട് പിന്നീട് അവർ മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. അവർക്ക് ലഭിക്കേണ്ട നല്ലൊരു കാലഘട്ടത്തിൽ അവർ കണ്ടത്, സന്തോഷിക്കേണ്ട പിഞ്ചു ഹൃദയങ്ങളിൽ അവർ കണ്ടത് വഴക്കുണ്ടാക്കുന്നൊരു കുടുംബത്തെയാണ്, കലഹമുണ്ടാക്കുന്ന കുടുംബത്തെയാണ്. അങ്ങനൊരു കുടുംബത്തിൽ അവർ പിന്നീട് മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. രണ്ടാമതായി, എനിക്ക് 100% ഉറപ്പുണ്ട്, കുഞ്ഞുവഞ്ചാൻ, പൊന്നുമാമ, എത്രയോ പാവ, പ്രിയ ജോണച്ചാൻ, ലീലമാമ, എത്രയോ മനോഹരമായ കുടുംബം, നല്ല സാക്ഷിയുള്ള കുടുംബം. പക്ഷേ ഇതൊരു പൊതുസഭയായതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി വിവാഹമാലോചിച്ചിട്ട് അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് അവരുടെ കുടുംബത്തിലെ സന്തോഷം കെടത്തക്കവണ്ണം നിങ്ങൾ അനാവശ്യമായി ഇടപെടാൻ പാടില്ല. കാരണം പലപ്പോഴും ഞങ്ങളോട് പല കുഞ്ഞുങ്ങളും വന്ന് ചോദിക്കുന്ന കാര്യമാണ്, പാസ്റ്ററെ, ഞങ്ങൾ അപ്പനെ അമ്മയെ ഉപേക്ഷിക്കണോ അതോ എൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കണോ? കാരണം പലപ്പോഴും സങ്കടപ്പെടുന്നൊരു കാര്യമാണ്. അപ്പനെ അമ്മയെ ഉപേക്ഷിക്കാൻ പറ്റില്ല, വിവാഹം കഴിച്ച ഭാര്യ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, പക്ഷേ തമ്മിൽ ചേരില്ല, സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കുകയില്ല. പക്ഷേ സ്നേഹത്തോട് ഇന്ന് പകൽ പറയുന്നു, വിധിക്കുന്നതിനെ മാറ്റാം. ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ പറയാം, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസ് ക്ഷണികമല്ലേ? നാം എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടവരുണ്ടല്ലേ? 70 വയസ്സ്, 80 വയസ്സ്, അല്ലെങ്കിൽ 100 വയസ്സിനുള്ളിൽ ജീവിക്കേണ്ട ഒരു പരിമിതമായ കാലമല്ലേ? മനുഷ്യൻ പണത്തിൻ്റെ പിന്നാലെ ഓടുന്നവരാണ്, വളരെ വളർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ പറയാം, റോൾസ് റോയ്സ് കാറെ ഓടുന്നവരും പോകാൻ നേരം ഒരു ടെമ്പോ ട്രാവലറിലാണ് പോകേണ്ടത്. അന്ന് മക്കൾ റോയ്സ് കാർ ഓടിക്കും, നമ്മൾ ടെമ്പോ ട്രാവലറായി പോകും. 8000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്ടിൽ നിന്ന് പാർക്കുമ്പോൾ ഓർത്തോണം, ഒരു കൊച്ചറയ്ക്കകത്ത് ആ പെട്ടി ഞെരുക്കി തള്ളുന്നൊരു ദിവസമുണ്ട്. ഇത്രമാത്രമുള്ള ക്ഷണികമായ ജീവിതത്തിൽ ക്ഷമിക്കാനും സ്നേഹിക്കാനും തയ്യാറല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ഇന്ന് പകൽ നമുക്ക് സ്നേഹിക്കാൻ, ക്ഷമിക്കാൻ, തമ്മിൽ വിധിക്കാതെ മുന്നോട്ട് പോകാൻ തയ്യാറാകട്ടെ. പിന്നെന്താണ് കുടുംബജീവിതത്തിൽ വേണ്ടത്? ഏറ്റവും പ്രധാനമായ കാര്യം, കുടുംബജീവിതത്തിന് വേർപാട് വേണം, വിശുദ്ധി വേണം. എന്താണ് വേർപാട്, വിശുദ്ധി? ദൈവവചനം വ്യക്തമായത് പറയുന്നുണ്ട്. അരുതാത്തത് കഴിക്കാൻ പാടില്ല, അരുതാത്തത് കുടിക്കാൻ പാടില്ല, ജീവിതത്തിൽ മാലിന്യമായത് ജീവിതത്തിൽ കയറാൻ പാടില്ല. ഇനി ജെഫിക്ക് അനൂപ് മാത്രം, അനൂപിന് ജെഫി മാത്രം. അതിനപ്പുറമായി അശുദ്ധി വരുന്ന ഒന്നിനും ഇടം കൊടുക്കാൻ പാടില്ല. വിശുദ്ധിയോടെ ജീവിപ്പാൻ നാം തയ്യാറാകണം.
ഞാനൊരു വാക്കുകൂടി ഇങ്ങനെ പറഞ്ഞ് വാക്കുകളെ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. കൃത്യസമയത്ത് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കണമല്ലോ. മക്കളെ, പിന്നെ കുടുംബജീവിതത്തിൽ വേണ്ടുന്ന ഏറ്റവും പ്രധാനമായ കാര്യം എന്താണ്? പ്രാർത്ഥന വേണം. പ്രാർത്ഥന വേണം. ദൈവം നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം തന്നിട്ടുണ്ട്, നല്ല പരിജ്ഞാനം തന്നിട്ടുണ്ട്. ഞാൻ ഈ ദിവസങ്ങൾ പ്രിയ അനൂപിൻ്റെ കൂടെ സമയം ചിലവഴിച്ചുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം. നല്ല കാൽക്കുലേഷനിൽ കാര്യങ്ങൾ ചെയ്യാൻ, ഓരോ കാര്യങ്ങൾ മുൻകൂട്ടി എങ്ങനെ ചെയ്യണം നന്നായി പ്ലാൻ ചെയ്യാൻ ദൈവം നല്ല പ്രാപ്തി കൊടുത്തൊരു പൈതലാണ് പ്രിയ അനൂപ്. മോനെ, കുടുംബജീവിതത്തിൽ കണക്കുകൂട്ടലിനേക്കാൾ ഏറ്റവും പ്രാധാന്യം ദൈവാശ്രയമാണ്. കണക്കുകൂട്ടലിനേക്കാൾ നിങ്ങൾ അടുത്തൊരു ജോലിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ബുദ്ധി കൊണ്ടെടുക്കുന്നതിന് മുമ്പേ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. മോളെ, ഞാനിങ്ങനെ പറയാം, മോളിപ്പോൾ സൗദിയിലല്ലേ വർക്ക് ചെയ്യുന്നത്, അനൂപ് കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഒരുമിച്ച് ഒരു രാജ്യത്തെത്തും വരെ കഴിവതും ഉറങ്ങുന്നതിന് മുമ്പേ ഫോണിലൂടെങ്കിലും കുടുംബ പ്രാർത്ഥന നടത്തിയിരിക്കണം. എങ്കിലും പ്രാർത്ഥനയ്ക്ക് മുടക്കം വരരുത്. ദൈവത്തെ വിട്ട് ഒരു ജീവിതം ഉണ്ടാകരുത്. സ്നേഹിതരെ, എൻ്റെ ശബ്ദം ശാന്തമായി ശ്രവിക്കുന്ന പ്രിയരോട് ഞാൻ സ്നേഹത്തോടൊരു കാര്യം പറയാം. നമ്മുടെ ബാല്യകാലങ്ങളിൽ ജാതി മതഭേദമന്യേ ഏത് വീട്ടിലും പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും ഉയർന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അന്യം നിന്നുപോയി. ഇന്ന് സീരിയൽ മാറ്റിവെച്ച്, റിയാലിറ്റി ഷോസ് മാറ്റിവെച്ചിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് നേരമില്ല. നമ്മുടെ ഗ്രൂപ്പ് ചാറ്റിലുള്ള നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ചാറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് വന്നു. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ദൈവം മാറി നിൽക്കുക. ഏറ്റവും പ്രാധാന്യം ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക. ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ദൈവത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരും. വിവാഹത്തിൽ ഞാൻ എന്തിനാണ് ഈ വാക്യം പറഞ്ഞതിൻ്റെ അർത്ഥം? സ്നേഹിതരെ, എന്നും ഒരു സുഖകരമായ അന്തരീക്ഷമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റാം, പ്രതീക്ഷകൾ മങ്ങാം. ഞാനൊരു സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, മറക്കാത്തൊരു സംഭവമാണ്. ഒരച്ചായൻ ഗൾഫിൽ ജോലി ചെയ്യുകയാണ്. താൻ വളരെ നാളുകളായി ആഗ്രഹിച്ചൊരു കാര്യമാണ് ഭവനം പണിയണം. സഭയായി ഞങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഭവനം പണി ആരംഭിച്ചു. തറക്കല്ലിട്ടു, തറ കെട്ടി. ആ സമയത്ത് തന്നെ മോളുടെ വിവാഹ കാര്യങ്ങൾ പെട്ടെന്ന് വന്നു. അതും ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മാമയ്ക്കൊരു പനി വന്നു. നോക്കിയപ്പോൾ അമ്മാമയ്ക്ക് ക്യാൻസറിൻ്റെ ആരംഭമാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഫോൺ വരുന്നു, അച്ചാന് വളരെ സീരിയസ് ആയി, രക്ഷപ്പെടുമോ എന്നറിയത്തില്ല, നാട്ടിലേക്ക് കയറ്റി വിടുക. ഒറ്റ വാക്കിൽ പറയാം, ബോഡിയാണ് ശരിക്കും പ്രതീക്ഷിച്ചത്. പ്രതീക്ഷയോടെ വീട് പണി തുടങ്ങിയതാണ്, മകളുടെ വിവാഹം ആഗ്രഹിച്ചതാണ്. പക്ഷേ പെട്ടെന്ന് സന്ധ്യ ജീവിതത്തിൽ കടന്നു വന്നു. രോഗം, തടസ്സങ്ങൾ, നഷ്ടങ്ങൾ. എന്തിനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്? ഒരുപക്ഷെ നമ്മുടെ സ്വപ്നങ്ങൾ പെട്ടെന്ന് മാറിപ്പോകാം. ജോലിയെ ബാധിക്കാം, ആരോഗ്യത്തെ ബാധിക്കാം, പെട്ടെന്ന് പ്രതീക്ഷകൾക്ക് മങ്ങൽ വരാം. പക്ഷേ ഇന്ന് ഒരു കാര്യം ഓർക്കാം, അത് നിമിത്തമാണ് സ്നേഹം കുറയുന്നതെങ്കിൽ, അത് നിമിത്തമാണ് വഴക്കുകൾ ഭവനത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ, സ്നേഹിതരെ, അതല്ല അതിന് മറുപടി. സകലത്തിനും പരിഹാരം തരുന്നൊരു കർത്താവുണ്ട്. ആ കർത്താവിൽ ആശ്രയിക്കുക. സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനായ നമ്മുടെ വീടിനെ പണിയുന്നൊരു കർത്താവ്. ഇവിടെ മനോഹരമായൊരു കെട്ടിടം ആണ് ഇവിടെ ഇരിക്കുന്നത്. ഞാനിങ്ങനെ ഈ ഓഡിറ്റോറിയം കണ്ടപ്പോൾ ഇന്നലെ മുതൽ ഞാൻ ബഹുമാനപ്പെട്ട രാജാനോട് പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു ചർച്ച് വേണം. എൻ്റെ മനസ്സിലെ ചർച്ച് ഇങ്ങനെയൊക്കെയാണ്, നല്ല സൗണ്ട് പ്രൂഫായ ചർച്ച്, മനോഹരമായ ചർച്ച്. എത്രയും മനോഹരമായിട്ടാണ് ഇത് കെട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ ബിൽഡിംഗ് പണിയുന്നതിൻ്റെ പിൻപിൽ ചില കാര്യങ്ങളുണ്ട്. ഓരോ കട്ടകളെയും ബന്ധിപ്പിക്കുന്ന സിമെൻ്റുണ്ട്, അതിന് തക്കതായ കാര്യങ്ങളുണ്ട്. ഇതുപോലാണ് കുടുംബജീവിതത്തിൽ മിക്സ് ചെയ്ത് പോകേണ്ടത്. മോനെ, സ്നേഹം, വിശുദ്ധി, പ്രാർത്ഥന, വേർപാട്, വിശുദ്ധി, ഇതെല്ലാം ഒരുപോലെ കൊണ്ടുപോയി ഭിന്നതയില്ലാതെ ഐക്യതയോടെ മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രിയരെ, ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാൻ ഈ വാക്കുകൾ ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ മണവാളിനും മണവാട്ടിയും വലിയൊരു കല്യാണത്തിന് പ്രതീകമാണ്. നമ്മുടെ മണവാളൻ സഭയാങ്കാന്തെ വേളി കളിക്കുവാൻ
വരുവാൻ സമയമായി. ആരംഭത്തിൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ അതേ വാചകം ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ ആൾക്കാരാണ്. ഒരു 15 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ 20 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വാഹനം വാങ്ങുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ 15 ലക്ഷം രൂപ കയ്യിലുണ്ടെന്നും പറഞ്ഞ് ഏതെങ്കിലും വാഹനം പോയി എടുക്കുകയല്ല. ആ 15 ലക്ഷം രൂപയ്ക്ക് ഏറ്റവും സേഫ്റ്റിയുള്ള ഫീച്ചേഴ്സുള്ള ഏത് ബ്രാൻഡിൻ്റെ വണ്ടി ഉണ്ടെന്ന് നന്നായി പഠിച്ചിട്ട് ആണ് നാം ഒരു വാഹനം എടുക്കുന്നത്. തിരഞ്ഞെടുപ്പുണ്ട്. ഒരു കടയിൽ വസ്ത്രം മേടിക്കാൻ പോയാൽ 100 കണക്കിന് വസ്ത്രം എടുത്തിട്ട് അതിൽ നിന്നൊരു വസ്ത്രം മാത്രമായിരിക്കും എടുക്കുന്നത്. തിരഞ്ഞെടുപ്പ് എന്തിന്? ഈ ഓഡിറ്റോറിയത്തിൽ നിങ്ങൾ വന്നിരുന്ന പോലും ഒരു തിരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ സ്നേഹിതരോട് ഇരിക്കാൻ നിങ്ങൾക്കിഷ്ടമുള്ളൊരിടം നിങ്ങൾ തിരഞ്ഞെടുത്തു. ചിലർ തീരുമാനിച്ച് മുന്നേ ഇരിക്കാം, ചിലർ തീരുമാനിച്ച് ഏറ്റവും പുറകിരിക്കാം, ചിലർ തീരുമാനിച്ച് ഒരു ശാന്തമായൊരു സൈഡിൽ ഇരിക്കാം. തിരഞ്ഞെടുപ്പ്. ഈ കുടുംബജീവിതത്തിൽ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷേ 2 തിരഞ്ഞെടുപ്പ് നമ്മൾ തെറ്റിക്കരുത്. ഒന്ന്, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോകരുത്. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയാൽ അതൊരായുസ്സിനെ ബാധിക്കുന്ന വിഷയമാണ്. രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ്, യേശുവിനെ തിരഞ്ഞെടുക്കുന്നത് തെറ്റിപ്പോകരുത്. കാരണം അത് നിത്യത നഷ്ടപ്പെടുന്ന കാര്യമാണ്. സ്നേഹിതരെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശുവിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ കർത്താവിൻ്റെ ദാസൻ മനോഹരമായി ഒടുവിൽ ആ വാചകം പറഞ്ഞാണ് നിർത്തിയത്. ദൈവത്തെ മറന്നൊരു ജീവിതം നമുക്ക് വേണ്ട. സ്നേഹിതർ മാറിപ്പോകും, പണം മാറിപ്പോകും, സൗന്ദര്യം മാറിപ്പോകും, എല്ലാം മാറിപ്പോകും. അതുകൊണ്ട് തന്നെ കർത്താവിനെ തിരഞ്ഞെടുപ്പാൻ എത്ര പേർ തയ്യാറാകുന്നു? ആ മണവാളൻ സഭയാ വേളി കഴിപ്പാൻ കടന്നു വരുന്ന ഒരു ദിനം അടുത്തിരിക്കുന്നു. പക്ഷെ തിരിഞ്ഞു നോക്കൂ. പ്രിയ കുഞ്ഞുവഞ്ചാനും പ്രിയ ടി എ ജോൺ ചാനും തമ്മിൽ ആ ആലോചന വന്നപ്പോൾ കുടുംബങ്ങൾ തമ്മിൽ തിരഞ്ഞെടുത്ത ചില കാര്യങ്ങളുണ്ട്. ചേരുന്ന കുടുംബമാണോ? ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന കുടുംബമാണോ? ഞാൻ ചോദിക്കട്ടെ, ദൈവം തൻ്റെ പുത്രനെ തൻ്റെ സഭയാ മണവാട്ടിക്ക് വേണ്ടി മണവാളിനായി ഒരുക്കിയപ്പോൾ സമ്പത്ത് നോക്കിയാണോ തിരഞ്ഞെടുത്തത്? സകലത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെ മുൻപിൽ അംബാനിയോ ട്രംപോ ബിൽ ഗേറ്റ്സോ അവരുടെ എല്ലാം കൂടെ ധനം ഒരുമിച്ച് വെച്ചാലും എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഒരിക്കലും സമ്പത്ത് നോക്കിയല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ഇനിയും സൗന്ദര്യം നോക്കിയാണ് തിരഞ്ഞെടുത്തത്. 10,000ങ്ങളിൽ മണവാളനായ സുന്ദരനായ കർത്താവ്, ഏറ്റവും ശ്രേഷ്ഠനായ കർത്താവിൻ്റെ മുൻപിൽ നമ്മുടെ സൗന്ദര്യം എന്തുണ്ട് ദൈവമക്കളെ? ഞങ്ങളുടെ സഭയിൽ ഒരു പൈതൽ, ഇപ്പോൾ ഇരിക്കുന്ന സഭയിൽ നേരത്തെ ഇരുന്നൊരു പൈതൽ, ഒരു കല്യാണത്തെ നല്ലൊരു പെൺകുട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ അവന് വേണ്ട. അവനോട് ചോദിച്ചാൽ പറഞ്ഞു, ഒരു പല്ല് ഒടിഞ്ഞത്, അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നീട് മറ്റൊരു ആലോചന വന്നു, അവൻ കല്യാണം കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പാഴ്സനേജ് വന്നു, അവൻ മിണ്ടാതിരിക്കുക. ഞാൻ ചോദിച്ചു, എന്നെ പറ്റിയടാ? ഓ അച്ഛാ, ഒന്നും പറയാനില്ല. എന്നാലും നിൻ്റെ വിഷമം എന്താന്ന് പറ. അച്ഛാ, ഒരബദ്ധം പറ്റി. എന്താ? ഓ, അന്ന് അവളുടെ പല്ലൊടിഞ്ഞത് പറഞ്ഞല്ലേ ഞാൻ വേണ്ടാന്ന് വെച്ചത്. ഇപ്പോൾ 4 വെള്ളു വെള്ളത്തിൽ ഇടുന്നോളെയാണ് ഞാൻ കെട്ടിയത്. അപ്പം തിരഞ്ഞെടുപ്പ് എവിടെ പോയി? എത്ര പേർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായി? ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിൻ്റെ ആഴം എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? യോഗ്യതയില്ലാഞ്ഞിട്ടും അവൻ്റെ കൃപ കൊണ്ട്, അവൻ്റെ കരുണ കൊണ്ട്, അവൻ്റെ സ്നേഹം കൊണ്ട് അവൻ നമ്മെ തിരഞ്ഞെടുത്തതിന് കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞാട്ടെ. നമ്മുടെ കർത്താവ് വരാറായി. അവന് വേണ്ടി ജീവിക്കാം. എല്ലാ ഭിന്നതയും മാറ്റി, ജീവിതത്തിലെ കുടുംബത്തിലെ എല്ലാ അകൽച്ചകളും മാറ്റി ഒരുമിച്ച് സന്തോഷിപ്പാൻ എല്ലാവരെയും ദൈവദാസൻ എന്നുള്ള നിലയിൽ ആഹ്വാനം ചെയ്യുന്നു. ധന്യമായൊരു കുടുംബജീവൻ നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുറന്ന് നടക്കുന്ന ശുശ്രൂഷ വഹിച്ചുകൊണ്ട്, കേൾക്കപ്പെട്ട വചനത്തെ വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ.വി. ജോർജ്, പ്രിയ ജെഫിയുടെ സഭയുടെ ശുശ്രൂഷകൻ, മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്നേഹവാനായ നല്ല ദൈവമേ, സ്വർഗീയപിതാവേ, ഈ വിവാഹ ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആരംഭിച്ച സമയം മുതൽ ഇതുവരെയും സ്വർഗീയമായ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് സ്തോത്രം. ലീഡ് യുവാൻ ദൈവദാസനെ ബലപ്പെടുത്തിനായി സ്തോത്രം. അനുഗ്രഹമേറിയ ഗാന ശുശ്രൂഷ ചെയ്യുവാൻ ദൈവടയാക്കിനായി സ്തോത്രം. ദൈവദാസന്മാരിലൂടെ ദൈവവചനം കേൾക്കുവാൻ ഇടയാക്കിനായി സ്തോത്രം. ഞങ്ങളുടെ ലോക ജീവിതത്തിലും ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും ഞങ്ങൾ പാലിക്കേണ്ട, അനുസരിക്കേണ്ട, അംഗീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ
ദൈവദാസന്മാരെ കർത്താവെ അത് പ്രസ്താവിപ്പാൻ ദൈവം അഭിഷേകം ചെയ്തതിനായി ശക്തീകരിച്ചതിനായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ മാനുഷികമായ കർത്താവെ വാക്കുകളായിട്ടല്ല, ദൈവീക വചനങ്ങളായതിനെ കൈക്കൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങേണ്ടതിന് ഞങ്ങളെ എല്ലാവരെയും വചനം ഒരുക്കുമാറാകണമേ. ദൈവദാസന്മാരെ അങ്ങ് ശക്തീകരിച്ചതിനായി സ്തോത്രം. കർത്താവെ അനൂപിനായി പ്രാർത്ഥിക്കുന്നു, ജിഫിക്കായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവിൻ്റെ വെളിയിൽ ദാസൻ തൻ്റെ ബലഹീനമായ കരങ്ങൾ കൊണ്ട് കർത്താവെ സ്തോത്രം അവരുടെ കരങ്ങൾ ചേർത്ത് ഈ മഹത്തായ ശുശ്രൂഷ തുടർന്ന് ചെയ്യുമ്പോൾ ദൈവമേ, അദർശനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അങ്ങയുടെ കരം കർത്താവെ അവരെ യോജിപ്പിക്കുമാറാകണമേ. കർത്താവെ സ്തോത്രം സ്തോത്രം. ഒരു ഉത്തമമായ കുടുംബജീവിതത്തിന് വേണ്ടി, ഒരു ഉത്തമമായ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ നീ ഒരുക്കണമേ കർത്താവേ. ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ അവർ ദൈവസന്നിധിയിൽ എടുക്കുന്ന ഉടമ്പടിയെ ഒന്നുകിൽ മരണം വരെ, അല്ല എങ്കിൽ കർത്താവിൻ്റെ വരവരെ പാലിക്കുവാൻ തക്കവണ്ണം ദൈവം അമിതമായ കൃപ നൽകണമേ കർത്താവേ. ഇരു കുടുംബങ്ങൾക്ക്, ഇരു സഭകൾക്കും, ഇരു കർത്താവേ ദേശക്കാർക്കും ഒക്കെയും അവരെ അനുഗ്രഹീതമാക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവദാസന ദൈവം അഭിഷേകം ചെയ്യുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ഇടയാക്കണം. പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ സ്തുതിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. പ്രിയരെ, ചില ദിവസങ്ങൾക്ക് മുമ്പ് പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം നടത്തുവാൻ കർത്താവ് സഹായിച്ചു. ഇരു കുടുംബങ്ങളിലെയും മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, സഭയിലെ പ്രതിനിധികൾ ചേർന്ന് അനുഗ്രഹീതമായ നിലയിൽ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം നടത്തി. ആ നിശ്ചയം നടത്തിയ രേഖ ഇരു സഭകളിലും പ്രസിദ്ധം ചെയ്യുകയും അത് ചെയ്തിരുന്നു. എന്നാൽ ഈ നിമിഷം വരെ ഈ വിവാഹത്തിന് തടസ്സമായി യാതൊരു രേഖാമൂലമുള്ള കാര്യങ്ങളോ വായ്മൊഴിയോ ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിൻ്റെ ഓഫീസിലോ ഇരു സഭകളിലെയും ചുമതലപ്പെട്ടവരിലോ സഭയിലോ അറിയിച്ചിട്ടില്ലാത്തതിനാൽ ഈ ശുശ്രൂഷ മുൻപോട്ട് നയിപ്പാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള IPC മല്ലപ്പള്ളി ശാലേം വെസ്റ്റ് സഭയുടെ വിവാഹ രജിസ്ട്രിയിൽ എഴുതിയിരിക്കുന്ന കാര്യം ഇപ്പോൾ വാത്സല്യ പൊതുസഭയെ വായിച്ചു കേൾപ്പിക്കുന്നു. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി താലൂക്കിൽ കറുകച്ചാൽ വില്ലേജിൽ നെടുമ്പർത്ത് ബ്രദർ NV വർഗീസിൻ്റെയും മറിയാമ വർഗീസിൻ്റെ മകനും IPC ശാലേം മല്ലപ്പള്ളി വെസ്റ്റ് സഭാംഗവുമായ അനൂപ് വർഗീസ് എന്ന ഈ യുവാവും മോൻ ദയവായി എഴുന്നേറ്റ് നിൽക്കാം. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ ഇരുപേരൂർ വില്ലേജിൽ പുതുപ്പറമ്പിൽ വീട്ടിൽ ബ്രദർ PT ജോണിൻ്റെയും ലീലാമ ജോണിൻ്റെയും മകളും IPC ഫിലദൽഫിയ ഓതറ സഭാംഗവുമായ ജെഫി ജോൺ എന്ന മാന്യയുവതിയും മോളും എഴുന്നേറ്റ് നിൽക്കാം. ഇവർ തമ്മിലുള്ള വിശുദ്ധ വിവാഹം ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള വിവരം പൊതുസഭയെ അറിയിക്കുന്നു. ഞാൻ അല്പം മുൻപ് പറഞ്ഞ പോലെ യാതൊരു തടസ്സങ്ങളും ഇതിനു മുൻപോ ഈ നിമിഷം വരെ അറിയിച്ചിട്ടില്ലാത്തതിനാൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രിയ അനൂപിനോട് ഞാൻ ചോദിക്കുന്നു, സകല ഹൃദയ രഹസ്യങ്ങളെയും ആരാഞ്ഞറിയുന്ന, സകലത്തെയും സൃഷ്ടിച്ച, സകലതിന്മേലും ന്യായം വിധിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രിയ സഹോദരനോട് ഞാൻ ചോദിക്കുന്നു, നിൻ്റെ സമീപേ വലതുഭാഗത്ത് നിൽക്കുന്ന ജെഫി എന്ന ഈ മാന്യ യുവതിയെ നിൻ്റെ ഭാര്യയായി സ്വീകരിപ്പാൻ നിനക്ക് സമ്മതമാണോ? നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമായി രഹസ്യമോ പരസ്യമോ ആയ എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിലുണ്ടോ? ഇല്ല. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും ഉയർച്ചയിലും താഴ്ചയിലും മാനത്തിലും അപമാനത്തിലും
ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരുന്ന ഏത് സാഹചര്യത്തിലും അവളോട് സ്നേഹിച്ച് അവൾക്ക് വേണ്ടുന്ന എല്ലാ കടപ്പാടുകളും ചെയ്ത് ഒരു ഉത്തമ ഭർത്താവിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്യാം എന്ന് ഉറപ്പു തരുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മോളെ ജെഫി, മോളോട് ഞാൻ ചോദിക്കുന്നു, സകല ഹൃദയ രഹസ്യങ്ങളെയും ആരാഞ്ഞറിയുന്ന, സകലത്തെയും സൃഷ്ടിച്ച, സകലത്തെയും ന്യായം വിധിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ പ്രിയമോളോട് ചോദിക്കുന്നു, നിന്റെ ഏറ്റവും സമീപം നിൽക്കുന്ന ഈ അനൂപ് വർഗീസ് എന്ന മാന്യ യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിപ്പാൻ നിനക്ക് സമ്മതമാണോ? ഈ വിവാഹ ജീവിതത്തിൽ പ്രവേശിപ്പാൻ തടസ്സമായിട്ട് രഹസ്യമോ പരസ്യമായോ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലുമുണ്ടോ? ഇല്ല. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും ഉയർച്ചയിലും താഴ്ചയിലും മാനത്തിലും അപമാനത്തിലും ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരുന്ന ഏത് സാഹചര്യത്തിലും അവനെ സ്നേഹിച്ച് അവനോട് ചേർന്നിരുന്ന് മരണം തമ്മിൽ വേർപിരിക്കും വരെ വിശ്വസ്തയായി ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ കടപ്പാടുകളും ചെയ്യാമെന്ന് ദൈവസനെ തീരുമാനിക്കുന്നു. പ്രിയരെ, ഇരു കുഞ്ഞുങ്ങളുടെയും തീരുമാനം ദൈവദാസന്മാരുടെയും ദൈവസഭയുടെ മധ്യത്തിൽ അറിയിച്ചിട്ടുള്ളതിനാൽ ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ഇവരുടെ വിവാഹം നടത്തിക്കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളെ, എൻ്റെ ബലഹീനമായ കരമല്ല നിങ്ങളെ യോജിപ്പിക്കുന്നത്. സർവശക്തനായ ദൈവത്തിൻ്റെ കരം ഇന്നിറങ്ങി വന്ന് നിങ്ങളെ യോജിപ്പിക്കുന്നു. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞ് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ദയവായി എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുന്ന ദൈവസഭ എഴുന്നേറ്റ് നിൽക്കാം. ദൈവദാസന്മാർ ദയവായി ദൈവസ്നേഹം എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾ മുൻപോട്ട് കയറി നിൽക്കാം. മാക്സിമം മുൻപോട്ട് കയറി നിന്നാട്ടെ. ഈ സമയം നാം എല്ലാവരും ദൈവസ്നേഹം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഫേസ് ടു ഫേസ് ആയിട്ട് നിന്നാട്ടെ. മക്കളെ, മോളെ മോൻ അവിടെ നിന്നാട്ടെ, മോളെ ഇങ്ങോട്ട്. മക്കളെ, എല്ലാവരും ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയരെ, നമ്മളെ ഈ വിവാഹത്തിന് ക്ഷണിച്ചത് ഈ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുവാനാണെങ്കിൽ ഒരു കുശുമ്പുമില്ലാതെ ഹൃദയംഗമായി ഇവരുടെ കുടുംബജീവിതത്തിന് വേണ്ടി എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? ആത്മാർത്ഥമായി എല്ലാവരും പ്രാർത്ഥിക്കണം. ഇവരുടെ ധന്യമായ ഒരു കുടുംബജീവൻ നയിപ്പാൻ ഈ വഷളത്വം നിറഞ്ഞ ലോകത്തിൽ അനേകർക്കും മാതൃകയായുള്ള ഒരു ദൈവിക സാന്നിധ്യത്തോടെ അനേക കുടുംബങ്ങളെ പണിയുന്നൊരു കുടുംബമായി ഇവരെ ദൈവം മാറ്റേണ്ടതിനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ മാതാപിതാക്കളെ, എനിക്ക് നിശ്ചയമായി അറിയാം, മറ്റാരും പ്രാർത്ഥിക്കുന്നതിനേക്കാളും ആത്മാർത്ഥമായി നിങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കും. ഒരു നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവദാസന്മാർ പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ, നിങ്ങളിതുവരെ നിങ്ങൾ ഒറ്റയ്ക്കാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് നിങ്ങളിവിടെ ആരംഭിക്കുന്ന കുടുംബജീവിതത്തിൽ തികഞ്ഞ ദൈവ സാന്നിധ്യം ഉണ്ടാകേണ്ടതിനായി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഖൊയർ ഇന്നിമെങ്കിലും ശോഭിക്കുവാനുള്ള പാട്ട് ചേർന്ന് പാടും. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഉത്തമ സ്ത്രീയായ ബാലയെ തീരഞ്ഞ ബ്രാഹ്മിൽ പ്രത്യവരൻ ചെയ്ത വേലയെ ത്വൽത്തുണ തുടർന്ന പോലയെ ഈ വീടെയും നീ ചേർത്തരുളിവർ കരങ്ങളെ നല്ല മണവാളൻ താനിക്കുള്ള മണവാട്ടിയുമായി നല്ല മണവാളൻ താനിക്കുള്ള മണവാട്ടിയുമായി കല്യമോദം ചേർന്നു സുഖിയും ചല്ലൽ വെടിഞ്ഞിടുവാനും കല്യമോദം ചേർന്നു സുഖിയും ചല്ലൽ വെടിഞ്ഞിടുവാനും ഇന്നി മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും
കനിവുള്ള ദൈവമേ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. നിങ്ങളുടെ ഇരുവരുടെയും വലതുകരം പ്രാർത്ഥനയോടെ കൊടുത്താട്ടെ. വലതുകരം. ആദമിനെയും ഹവ്വയെയും സംയോജിപ്പിച്ച സർവശക്തനായ ദൈവം നിങ്ങളെയും സംയോജിപ്പിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ 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 മൈക്കിലൂടെ വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ പറയണം. അനൂപ് വർഗീസാകുന്ന ഞാൻ, അനൂപ് വർഗീസാകുന്ന ഞാൻ, ജെഫി ജോൺ ആകുന്ന നിന്നെ, ജെഫി ജോൺ ആകുന്ന നിന്നെ ഇന്നു മുതൽ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളുന്നു. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ആരോഗ്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരുന്ന ഏത് സാഹചര്യത്തിലും നിന്നെ സ്നേഹിച്ച് നിന്നെ പോറ്റി പുലർത്തി മരണം നമ്മെ വേർപിരിക്കും വരെ നിന്നോട് ചേർന്നിരുന്ന് ഒരു ഉത്തമ ഭർത്താവിന്റെ എല്ലാ കടപ്പാടുകളും വിശ്വസ്തയോടെ ചെയ്തു കൊള്ളാമെന്ന് ദൈവത്തിന്റെയും യേശുക്രിസ്തുവിന്റെയും ശ്രേഷ്ഠ ദൂതന്മാരുടെയും ദൈവസഭയുടെയും ദൈവദാസന്മാരുടെയും നാമത്തിൽ ഞാൻ ഉടമ്പടി ചെയ്തു കൊള്ളുന്നു. ആമേൻ ആമേൻ. മോളെ ജെഫി മൈക്ക് വാങ്ങിയാട്ടെ. ജെഫി ജോൺ ആകുന്ന ഞാൻ, അനൂപ് വർഗീസാകുന്ന അങ്ങേ, ഇന്നു മുതൽ എൻ്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളുന്നു. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും ഉയർച്ചയിലും താഴ്ചയിലും മാനത്തിലും അപമാനത്തിലും ഇങ്ങനെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് സാഹചര്യത്തിലും മരണം നമ്മെ വേർപിരിക്കും വരെ അങ്ങേ സ്നേഹിച്ച് അങ്ങേക്ക് കീഴ്പ്പെട്ടും എന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും വിശ്വസ്ത ഭാര്യയായി നിന്നുകൊണ്ട് ചെയ്തു കൊള്ളാമെന്ന് ദൈവത്തിന്റെ നാമത്തിലും യേശുക്രിസ്തുവിന്റെ നാമത്തിലും ശ്രേഷ്ഠ ദൂതന്മാരുടെ മധ്യത്തിലും ദൈവസഭയുടെ മധ്യത്തിലും ദൈവദാസന്മാരുടെ മധ്യത്തിലും ഞാൻ അങ്ങയോട് വിവാഹ ഉടമ്പടി ചെയ്തു കൊള്ളുന്നു. അത്യുന്നതനായ ദൈവവും ദൈവസഭയും ഇതിന് സാക്ഷികൾ ആകുന്നു. ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തു. സ്വർഗം സന്തോഷിക്കുന്ന ഒരു ദിവസം അങ്ങ് ദാനമായി തന്നതിനായി സ്തോത്രം.
ആദിയിലേദം പൂങ്കാവനത്തിൽ എഴുന്നള്ളി വന്ന് ആദമിനെയും ഹവ്വയെയും സംയോജിപ്പിച്ച ദൈവം ഈ വാത്സല്യ കുടുംബത്തെയും സംയോജിപ്പിച്ച കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ കുടുംബത്തെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന കുടുംബജീവിതം അവരുടെ മുൻപോട്ടുള്ള യാത്രയിൽ അങ്ങ് കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ തർക്കിച്ചും വാദിച്ചും കടന്നു പോയപ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക്, അവരുടെ വ്യാകുലതകൾക്ക് പരിഹാരം നൽകിയ കർത്താവിൻ്റെ സാന്നിധ്യം, ശിഷ്യന്മാർ രാത്രിയിൽ പടകിൽ കടന്നു പോയപ്പോൾ എത്തുവാൻ കഴിയാതെ കാറ്റും കോളും അവർക്കെതിരെ ആഞ്ഞടിച്ചപ്പോൾ രാത്രിയിൽ 4-ാം യാമത്തിൽ ഇറങ്ങി വന്ന് കാറ്റിനെയും കോളിനെയും ശാന്തമാക്കി ആശിച്ച തുറമുഖത്ത് എത്തിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം, തിരുവചനപ്രകാരം പറയുന്ന പിതാക്കന്മാരുടെ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ വാത്സല്യ കുടുംബത്തിൽ കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ വരവ് താമസിക്കുന്നുവെങ്കിൽ സ്വർഗീയ നന്മകൾ, അനുഗ്രഹങ്ങൾ ഇവരുടെ മേൽ കർത്താവ് ചൊരിയണമേ. ഉയർച്ചകൾ കർത്താവ് നൽകണമേ. സന്താനത്തെ കർത്താവ് നൽകണമേ. ഈ കുടുംബം, ഇരു കുടുംബങ്ങളിലെ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി, തണുപ്പായി, സന്തോഷമാക്കി കർത്താവ് മാറ്റണമേ. ഒരു ഉത്തമ ഭർത്താവിന് വേണ്ടുന്ന എല്ലാ കടപ്പാടും ചെയ്യുവാൻ പ്രിയ മകന് കർത്താവ് കൃപ നൽകിയാട്ടെ. ഒരു ഉത്തമ ഭാര്യയ്ക്ക് വേണ്ടുന്ന എല്ലാ കടപ്പാടുകളും ചെയ്യുവാൻ പ്രിയ മകൾക്ക് കർത്താവ് കൃപ നൽകിയാട്ടെ. അങ്ങ് തന്ന നിയോഗത്തോടെ, അഭിഷേകത്തോടെ അങ്ങയുടെ ദാസനാണ് നടിയൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യത്തിൽ കർത്താവ് പൊതിഞ്ഞാട്ടെ. പ്രാർത്ഥന കേട്ടാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ദൈവത്തിനെ ഇരിക്കാം. മനെ കൈവിടല്. ഒരു നിമിഷം കൂടെ എല്ലാവർക്കും ദൈവത്തിനെ ഇരിക്കാം. പരീക്ഷമാർ യേശുവിനെ പരീക്ഷിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മത്തായി സുവിശേഷം 19-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ അത് വ്യക്തമായി വായിക്കുന്നു. പരീക്ഷമാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണവും ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. പ്രിയ ദൈവജനമേ, ഇന്ന് പകൽ വളരെ സന്തോഷത്തോടെ മാന്യ ദൈവസഭയെ ഒരു പുതിയ കുടുംബത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി താലൂക്കിൽ കറുകച്ചാൽ വില്ലേജിൽ നെടുമ്പർത്ത് ബ്രദർ NV വർഗീസിൻ്റെയും മറിയാമ്മ വർഗീസിൻ്റെയും മകനും IPC ശാലയം മല്ലപ്പള്ളി വെസ്റ്റ് സഭാംഗവുമായ അനൂപ് വർഗീസ് എന്ന ഈ യുവാവും പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ ഇരുവേരൂർ വില്ലേജിൽ പുതുപ്പറമ്പിൽ വീട്ടിൽ ബ്രദർ PT ജോണിൻ്റെയും ലീലാമ ജോണിൻ്റെയും മകളും IPC ഫിലദൽഫിയ ഓദ്ര സഭാംഗവുമായ ജെഫി ജോൺ എന്ന മാന്യ യുവതിയും തമ്മിൽ ഇന്ന് ദൈവവചന ഉടമ്പടി പ്രകാരം വിശുദ്ധ വിവാഹത്തിൽ പ്രവേശിച്ച് ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്ന വിവരം ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രഖ്യാപനം ചെയ്തുകൊള്ളുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. സഭ ആമേൻ പറഞ്ഞാട്ടെ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഒരിക്കൽ കൂടെ ആമേൻ പറഞ്ഞാട്ടെ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. കുഞ്ഞുങ്ങളെ, കരങ്ങളെ വിടാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു കുടുംബജീവൻ ദൈവം തരട്ടെ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് തൽസ്ഥലങ്ങളിൽ ഇരിക്കാം. എന്നെ ഈ ശുശ്രൂഷയിൽ ക്ഷണിച്ച വാത്സല്യ കുടുംബത്തോട് എനിക്ക് ഇങ്ങനെ അവസരം തന്ന എല്ലാ പ്രാർത്ഥനയും പ്രോത്സാഹനം തന്ന IPC ശാലയും മല്ലപ്പള്ളി വെസ്റ്റ് സഭയോടും ഹൃദയമായി നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.